ഇത് ക്രിസ്മസ് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായി പോയി ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ക്രിസ്മസിന് അന്ന് ഉണ്ടാക്കിയിരുന്നത് രാവിലെ അപ്പവും സ്റ്റൂ ആയിരുന്നു. ഞാൻ ഈസ്റ്റൊന്നും ഇടാണ്ടുള്ള ഒരു അപ്പം കേട്ടോ ഉണ്ടാക്കാറ്. ഞാൻ മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. കാരണം ഈസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനും അത് പിടിക്കില്ല, എനിക്കും പിടിക്കാറില്ല, വയറിന് അത്ര പിടിക്കാറില്ല. അതുകൊണ്ട് ഈസ്റ്റൊന്നും ഇടാത്ത അപ്പവും പിന്നെ ബീഫ് സ്റ്റൂ ഉണ്ടാക്കിയത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ കൊണ്ട് ഞാൻ 2xലിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ മാവിൽ എന്തോ പഴം എന്തോ കൂടിപ്പോയതുകൊണ്ട് എനിക്ക് ചട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് നോർമലി ദോശ ചുടണ പോലെ ചുട്ടെടുത്തത്. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നാട്ടിലേക്ക് സവാള കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവാള ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്താലേ എരിവ് ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് പച്ചമുളകും പിന്നെ കുരുമുളക് പൊടിയും എരിവാണ് മെയിനായിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനനുസരിച്ച് പച്ചമുളകും കുരുമുളക് പൊടിയും ആഡ് ചെയ്യുക. ഇവിടുത്തെ കുരുമുളക് പൊടി അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം കരി വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള കുരുമുളക് തന്നെ കത്തിക്കും. ഞാൻ കുരുമുളക് അധികം ഇടില്ല, പച്ചമുളകാണ് കുറച്ച് കൂടുതലിടുന്നത്. ഇത് പെട്ടെന്ന് വഴി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി നമുക്ക് കൊടുക്കാം. ഞാൻ ബീഫിലിട്ട ഉപ്പ് ഇച്ചിരി മുമ്പോഴൊന്നും കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ടത്. ഇതിനകത്ത് നമ്മുടെ ബീഫിൻ്റെ അലത്തെ പാല് വരുന്നുണ്ടല്ലോ, മറ്റേ തേങ്ങാപ്പാല്. ഞാൻ 3 പാൽ എടുത്തിട്ടുണ്ട്. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് എടുക്കാം. രാവിലെ ഉണ്ടാക്കി തുടങ്ങുക. പിന്നെ അത് ശരി നല്ലോണം വണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് വേഗം സ്റ്റൂ കൊടുക്കാം. നമ്മൾ 3-ാം പാലിൽ ഒഴിച്ചു. ഇത് അപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ചട്ടിയിൽ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഉണ്ടാക്കാൻ ഇത് നമ്മൾ ഈസ്റ്റ് ഇട്ടതുപോലെയൊക്കെ ഒന്നും അത്ര അങ്ങ് പൊന്തി വല്ലാണ്ടൊന്നും ആവില്ല കേട്ടോ. ജസ്റ്റ് കൊമളകളൊക്കെ വരും. ഈസ്റ്റിൻ്റെ പോലെ അത്ര ഭംഗി ഒരു പറക്കൊന്നും ആയിരിക്കില്ല. പക്ഷേ നമ്മുടെ വയറിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കുമ്പോൾ വയറ് വല്ലാണ്ട് നിർത്തിയിരിക്കില്ലേ, ഒന്നും ഉണ്ടാവില്ല. ഇത് കണ്ടോ, ഇത് ഈസ്റ്റ് പോലെ പൊന്തി വരില്ല, ഇങ്ങനെ ആവും നാച്ചുറലായിട്ട്. ഇങ്ങനെ ഓട്ടയ്ക്ക് വന്നിട്ടുള്ള പഴത്തിന് അതുപോലത്തെ അപ്പം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചട്ടിയിലല്ല വെക്കുന്നത്, നോൺ സ്റ്റിക്കിലാക്കി. ഇച്ചിരി എന്താ പറയുക, ഇതിന് ഇറക്കി പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ ഇറക്കി പറിച്ചെടുക്കട്ടെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അതിൻ്റെ 2-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. 2-ാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേനും, കുറുകിയല്ല, ഒരു തിളച്ച ഒരു പാകമായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇറക്കി വെക്കാം. ഇതനുസരിച്ചിട്ട് തട്ടിന് വിട്ടു കൊടുക്കും. പിന്നെ അങ്ങനെ കറ്റില്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാര്യം ഉണ്ടാക്കാൻ തീർക്കും. നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റൂവും അപ്പവും റെഡിയായി. ഇതൊന്ന് കഴിക്കാൻ പോകണേ.